ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയാണ്. 850 ഗ്രാം ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ചത്, 1/2 ടീസ്പൂൺ ഉപ്പ്, 3/4 കപ്പ് തൈര്, 1/2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, 4 മീഡിയം സൈസ് സവാള കനം കുറച്ച് അരിഞ്ഞ് വറുത്തത്, 1/2 കപ്പ് പുതിനയില, 1/2 കപ്പ് മല്ലിയില, 2 ടേബിൾ സ്പൂൺ നെയ്യ് എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് 3 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വയ്ക്കുക. അരി നന്നായി കഴുകി 20 മിനിറ്റ് കുതിർത്താൻ വയ്ക്കുക. 15 കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ബേ ലീഫ്, ഒരു കറുകപ്പട്ട, 1/4 ടീസ്പൂൺ ഷാജീരകം, 5 ഏലക്കായ, 5 ഗ്രാമ്പു, 1 ടേബിൾ സ്പൂൺ നെയ്യ് എന്നിവ പിന്നെ 3 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇടുക. തിളച്ചതിന് ശേഷം കഴുകി കുതിർത്താൻ വെച്ചിരുന്ന അരി ഇതിലേക്ക് ഇടുക. അരി ലോ ഫ്ലെയിമിലിടേണ്ട ആവശ്യമില്ല, മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കാവുന്നതാണ്. 3/4 വേവായി കഴിയുമ്പോൾ അരി ഊറ്റിയെടുക്കുക. ചിക്കൻ 3/4 വേവായ ശേഷം മാറ്റി വെച്ച് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് സഫ്രോൺ മിൽക്ക് ഒഴിക്കാവുന്നതാണ്. സഫ്രോൺ മിൽക്ക് ഒഴിക്കാൻ വേണ്ടി 1/4 കപ്പ് പാലിലേക്ക് കുങ്കുമപ്പൂ ഇട്ട് 3/4 മണിക്കൂർ മാറ്റി വെക്കേണ്ടതാണ്. പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന സവാള, മല്ലിയില എന്നിവ ഇട്ട് കൊടുക്കുക. വീണ്ടും അരി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നേരത്തെ ചെയ്ത പോലെ സവാളയും മല്ലിയിലയും വീണ്ടും ഇട്ട് കൊടുക്കുക. ഈ ദം ചെയ്യാൻ വേണ്ടി ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയ പാനിൻ്റെ മേലിലേക്ക് ബിരിയാണി ചെമ്പ് വെച്ച് കൊടുക്കുക. എന്നിട്ട് തീ ലോ ഫ്ലെയിമിലിട്ട് വെക്കുക. പിന്നെ അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തിട്ട് വേണം മൂടി വെക്കാൻ. 1/2 മണിക്കൂർ വേവിച്ച ശേഷം 15 മിനിറ്റ് തുറക്കാതെ മാറ്റി വെച്ചിട്ട് പിന്നെ അത് തുറന്ന്